ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ പലരും പെർപ്ലെക്സിറ്റി എന്ന AI ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിന്റെ പുതുതായി ലോഞ്ച് ചെയ്ത ബ്രൗസറിനെ കുറിച്ചാണ്. ഇതിന്റെ പ്രധാന നേട്ടം എന്തെന്നാൽ ഈ ബ്രൗസർ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊമോഷന്റെ ഭാഗമായി അവർ വലിയ റെഫറൽ ബോണസുകൾ ഇപ്പോൾ നൽകുന്നുണ്ട്. ഏകദേശം $100 വരെ റെഫറലിലൂടെ മാത്രം നേടാൻ കഴിയുന്ന ഒരു സുവർണാവസരമാണിത്. അതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് പെർപ്ലെക്സിറ്റിയുടെ റെഫറൽ ഇന്റർഫേസ്. പെർപ്ലെക്സിറ്റി എന്നത് ChatGPT അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള ഒരു AI ടൂൾ ആണ്. ഈ ടൂൾ നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവാം. ഇത് ലോഞ്ച് ചെയ്തിട്ട് കുറച്ചു കാലമായി. ഇത് ഉപയോഗിക്കുന്നവർക്ക് പെർപ്ലെക്സിറ്റി സൈറ്റിൽ തന്നെ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് പലരും ഇതിനകം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊരു മികച്ച ബ്രൗസർ തന്നെയാണ്. ഈ പ്രൊമോഷണൽ ബെനിഫിറ്റ് എത്ര ദിവസത്തേക്ക് ഉണ്ടാകുമെന്ന് അറിയില്ല. അതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു റെഫറലിന് $3 ആണ് ലഭിക്കുന്നത്. $1 ഇപ്പോൾ 80 രൂപയ്ക്ക് മുകളിലാണ് മൂല്യം. അപ്പോൾ $3 എന്നാൽ ഏകദേശം 250 രൂപയോളം വരും. ഡോളറിന്റെ നിലവിലെ മൂല്യം അനുസരിച്ച് ഈ തുകയിൽ മാറ്റം വരാം. ഇത് എങ്ങനെയാണ് റെഫർ ചെയ്യേണ്ടതെന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ബ്രൗസർ പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. ഈ ബ്രൗസറിൽ നമുക്ക് AI അസിസ്റ്റന്റ് ലഭ്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു അസിസ്റ്റന്റ് ഓപ്പൺ ആയി വരും. ഞാൻ ഇതിനു മുമ്പ് ടൈപ്പ് ചെയ്ത കമാൻഡാണ് യൂട്യൂബ് എന്നത്. നമുക്ക് ഓപ്പൺ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ടാബ്സ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇത് 2 ടാബുകളിലായി ഓപ്പൺ ആയി വരും. ഇതുപോലെ നമുക്ക് ഈ അസിസ്റ്റന്റിനോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പേജ് സമ്മറൈസ് ചെയ്യാനും എല്ലാ ഓപ്ഷനുകളും ലഭ്യമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന ഡിസഡ്വാൻറ്റേജ് ആൻഡ് അഡ്വാൻറ്റേജ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ URL എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ സൈഡിൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ സമ്മറൈസ് എന്ന് നൽകുകയാണെങ്കിൽ ആ സൈഡിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നതിന്റെ ഒരു സംഗ്രഹം ഇത് നൽകും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇവിടെ ചോദിക്കാം. ഇതൊരു മികച്ച ബ്രൗസറാണ്. എന്റെ അഭിപ്രായത്തിൽ ഗൂഗിൾ ക്രോമിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ കഴിവുള്ള അത്രയും മികച്ച ഫീച്ചറുകളുള്ള ഒരു ബ്രൗസറാണിത്. ഇതിന്റെ എല്ലാ ഫീച്ചറുകളെ കുറിച്ചും ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എങ്ങനെ റെഫർ ചെയ്ത് റിവാർഡ് നേടാം എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. നിങ്ങൾ പെർപ്ലെക്സിറ്റിയിൽ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രോ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രമേ സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കൂ. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട. പ്രോ സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരാളുടെ ഇൻവൈറ്റ് ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും 1 മന്ത് പ്രോ സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കും. ഈ 1 മന്ത് പ്രോ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. എനിക്കിപ്പോൾ പ്രോ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് വഴി നിങ്ങൾ കയറുമ്പോൾ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കും. ഒപ്പം നിങ്ങൾക്ക് 1 മാസത്തെ പ്രോ സബ്സ്ക്രിപ്ഷനും കിട്ടും. അത് ഉപയോഗിച്ച് നിങ്ങൾക്കും മറ്റുള്ളവരെ റെഫർ ചെയ്യാം. ആ ലിങ്ക് ഞാൻ ബയോയിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ പെർപ്ലെക്സിറ്റി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രോ സ്റ്റാറ്റസ് ആക്റ്റീവ് ആയോ എന്ന് ഉറപ്പുവരുത്തുക. പ്രോ ആക്റ്റീവ് ആയാൽ മാത്രമേ ഈ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. ചിലപ്പോൾ ഇത് ആക്റ്റീവ് ആകാൻ കുറച്ച് സമയമെടുത്തേക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് വരും. ഈ ലിങ്ക് കോപ്പി ചെയ്ത് യൂസേഴ്സിന് നേരിട്ട് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്തും അയക്കാം. ഈ 2 രീതികളും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മെയിൽ ID നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൽ ID തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഒരു ലാപ്ടോപ്പിൽ അഥവാ PCയിൽ ഒരു തവണ മാത്രമേ ഈ ബെനിഫിറ്റ് ലഭിക്കൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻവിറ്റേഷൻ വരുന്നത്, അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാനാണ് എന്റെ മറ്റൊരു മെയിലിലേക്ക് അയക്കുന്നത്. ചില സമയങ്ങളിൽ മെയിൽ വരാൻ കാലതാമസം ഉണ്ടാകാറുണ്ട്. അതിനാൽ ലിങ്ക് ഉപയോഗിക്കുന്നതാണ് വേഗത്തിൽ കയറാൻ നല്ലത്. ഞാൻ മെയിലിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ലിങ്ക് വെച്ച് തന്നെ ശ്രമിക്കാം. നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് വാട്സപ്പ്, ടെലിഗ്രാം വഴിയോ മെയിൽ വഴിയോ അയച്ചു കൊടുക്കുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ ക്ലെയിം ഇൻവിറ്റേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഇൻവിറ്റേഷൻ ലിങ്ക് വഴി അല്ലാതെ നിങ്ങൾ നേരിട്ട് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോ സബ്സ്ക്രിപ്ഷൻ ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാനോ ഈ ബെനിഫിറ്റുകൾ നേടാനോ കഴിയില്ല. ക്ലെയിം ഇൻവിറ്റേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ ഫയൽ exe ഫയൽ ഡൗൺലോഡ് ആകും. അത് മറ്റ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഇൻ ഓപ്ഷൻ ചോദിക്കും. അവിടെ സൈൻ ഇൻ ചെയ്യുക.
മെയിൽ വഴിയാണ് ഇൻവിറ്റേഷൻ വന്നതെങ്കിൽ ഏത് മെയിലിലേക്കാണോ ഇൻവിറ്റേഷൻ വന്നത് ആ മെയിൽ ID തന്നെ സൈനപ്പ് ചെയ്യാൻ ഉപയോഗിക്കുക. ലിങ്ക് വഴിയാണെങ്കിൽ നിങ്ങൾ ഏത് ബ്രൗസറിലാണോ, ഉദാഹരണത്തിന് ക്രോം ലിങ്ക് ഓപ്പൺ ചെയ്തത്, ആ ബ്രൗസറിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന അതേ മെയിൽ ID ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾ നിർബന്ധമായും ഒരു കാര്യം ചെയ്യണം. ആ ബ്രൗസറിൽ എന്തെങ്കിലും ഒരു ക്വറി റൺ ചെയ്യണം, അതായത് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. വെറുതെ സൈനപ്പ് ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് അവരോട് എന്തെങ്കിലും ഒരു ക്വറി റൺ ചെയ്യാൻ പ്രത്യേകം പറയുക. പെർപ്ലക്സിറ്റിയിൽ സൈനപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് എത്തും. ഇവിടെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഇതുപോലെ സെർച്ച് ചെയ്യുക. ഈ ഒരു ക്വറി റൺ ചെയ്താൽ മാത്രമേ ആ സൈൻ ഇൻ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. വലതുവശത്ത് അക്കൗണ്ട്സിൽ നിങ്ങളുടെ പ്രോ ഐക്കൺ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ $3 ലഭിക്കും. ഇനി നമുക്ക് കിട്ടിയ എമൗണ്ട് എവിടെയാണ് കാണാൻ സാധിക്കുക എന്ന് നോക്കാം. ഈ ഇൻവൈറ്റ് ഫ്രണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ മുകളിൽ കണ്ടില്ലെങ്കിൽ താഴെയും ഈ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായി വ്യൂ പേ ഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തും. ഇവിടെ നമ്മൾ ആകെ എത്ര പേരെ ഇൻവൈറ്റ് ചെയ്തു, ടോട്ടൽ ഏർണിംഗ്സ് എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ കാണാം. ഞാൻ ഈ അക്കൗണ്ട് വെച്ച് ഇതുവരെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് $0 കാണിക്കുന്നത്. ഏർണിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായ ഡാറ്റ ലഭിക്കും. അതിനുശേഷം പേ ഔട്ട് സെക്ഷനിൽ നമ്മുടെ പണം എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നതിന്റെ വിവരങ്ങളുണ്ട്. അതിനായി കണക്ട് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ നൽകി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അവർക്കൊരു പ്രോസസ്സിംഗ് ടൈം ഉണ്ട്. അത് മിനിമം എത്ര ദിവസമാണെന്ന് കൃത്യമായി അറിയില്ല. ആ പ്രോസസ്സിംഗ് സമയം കഴിഞ്ഞ ശേഷം നമ്മുടെ എമൗണ്ട് ഇങ്ങോട്ട് വരും. ആ എമൗണ്ട് നമുക്ക് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത് ജെനുവിനായി പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾ എൻ്റെ URL തന്നെ ഉപയോഗിക്കണം എന്നില്ല. അത് ഉപയോഗിച്ചാൽ എനിക്കും പ്രയോജനം ലഭിക്കും, നിങ്ങൾക്കും പ്രോ സബ്സ്ക്രിപ്ഷൻ കിട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇൻവൈറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക. അപ്പോൾ ആ ബെനിഫിറ്റ് അവർക്ക് ലഭിക്കും. അതിനുശേഷം നിങ്ങൾ ഈ പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.